ആക്രമിക്കാൻ ചെന്നല്ല, മൂപ്പര മൂത്രം നീലയാണോ നോക്കാൻ വേണ്ടി പോയതാ. മൂത്രം നീല? ആ. അതിനെന്താ, തനിക്ക് ലാബുണ്ട്? ലാബൊന്നുമില്ല. പിന്നെ എന്തിനാ മൂത്രം പരിശോധിക്കുന്നത്? ഈ അന്യഗ്രഹ ജീവികളുടെ മൂത്രം നീലയ്ക്കും ആ മൂത്രം ഒഴിക്കണ ഭാഗത്തുള്ള പുല്ലൊക്കെ കരിഞ്ഞു വന്ന് ഇവൻ പറഞ്ഞു. എന്തൊക്കെയാണ് താൻ പറയണത്? അന്യഗ്രഹ ജീവി? ആ. തനിക്ക് എവിടെ അന്യഗ്രഹ ജീവി കിട്ടിയേ? ഉണ്ണിയാ പറഞ്ഞ സാറേ. ആ, ഉണ്ണിയാണ്. തനിക്ക് എവിടുന്നാണ് ഈ അന്യഗ്രഹ ജീവി കിട്ടിയേ? സാറേ, ഈ മനുഷ്യന്മാരുടെ അടിയിൽ ഈ അന്യഗ്രഹി ഇറങ്ങിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ മൊത്തം അറിയാം. താനൊക്കെ ഏത് നൂറ്റാണ്ടിലാണോ ജീവിക്കുന്നത്? ഇതൊക്കെ കേട്ട് വിശ്വസിക്കാം? ഈ കാലത്ത് ഇവിടെ അന്യഗ്രഹ ജീവി ഉണ്ടോ? സാറേ, ഇയാളെ കണ്ട അങ്ങനെ തോന്നൂല്ലേ ഒരു അന്യഗ്രഹ ജീവിയാണ്? ഈ ഗ്രഹത്തിൽ ഇങ്ങനത്തെ ഒരു ജീവി ഉണ്ടോ? എന്തോ ഒരു ഉടായ്പ ഉണ്ട് ഇയാൾക്ക്. നാട്ടുകാർ മുഴുവൻ പറയണ്ടേ? സാറേ, നോക്കി പേടിപ്പിക്കുന്ന തന്നെ. അല്ല, ഈ സാറിന് എന്താ തൊഴിൽ? അതായത് കണ്ട സാറേ, ശരിക്കും ഒരു അന്യഗ്രഹ ജീവിന്റെ ഒച്ച പോലല്ലേ ഉണ്ടായിരിക്കണോ? ബേസിക്കലി ഞാനൊരു സയന്റിസ്റ്റ് ആണ്. ശാസ്ത്രജ്ഞനോ? അതെ. പറയൂ സാർ. ഞാൻ ഇവിടെ ഈ പെരിച്ചാഴികളെ കുറിച്ചിട്ടുള്ള പെരിച്ചാഴികളില്ലേ? പെരിച്ചാഴികൾ എന്ന് പറയുന്നത് തുരപ്പൻ സാറേ. ഈ എലി വലുതായ പോലെ. ഓ, അത് ശരി. അങ്ങനെ പെരിച്ചാഴികളെ കുറിച്ചിട്ടുള്ള ഒരു പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ശരി. പല തരത്തിലുള്ള പെരിച്ചാഴികളുണ്ട്. ഓ. പെരിച്ചാഴികള് എന്ത് ചെയ്യും? കുഴിച്ച് അങ്ങനെ ആഴത്തിലേക്ക് പോകും. കറക്റ്റാ. ഭയങ്കര കുഴിയാണ് കുഴിക്കുക. എന്റെ വീടിന്റെ സൈഡിലെ ഈ അടിത്തറ ഉണ്ടല്ലോ, അതിന്റെ സൈഡ് ഇങ്ങനെ തുറന്നിട്ടുണ്ട്. ഇങ്ങനെ ഭയങ്കര വലിപ്പമുള്ള കുഴി കുഴിക്കുക. അതുപോലെ ഇവര് അന്യന്റെ മുതല് തിന്ന് ചീർത്തിട്ടാണ് ഈ പരുവത്തിലായി വരുന്നത്. അപ്പൊ പെരിച്ചാഴി മാത്രല്ലാതെ വേറെയും കുറെ ജീവികള് ഇന്ത്യയുടെ തന്നെ ഈ ഏറ്റവും തെക്ക് വശത്തുള്ള സംസ്ഥാനത്തില് കണ്ടുവരുന്നുണ്ട്. അപ്പൊ പെരിച്ചാഴികളെ കുറിച്ചും അത്തരത്തിലുള്ള ജീവികളെ കുറിച്ചുള്ള ഒരു പഠനമാണ്. അതിൽ 2-3 പ്രബന്ധങ്ങളൊക്കെ ഇപ്പോ കഴിഞ്ഞു. ഇനി 1-2 ഉണ്ട്. അതിൻ്റെ ഒരു ശ്രമത്തിലാണ് ഇപ്പോ. ഞാൻ അതിനു വേണ്ടിയാണ് ഇവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഇവര് അറിയാതെ വന്ന് ഒക്കെ അങ്ങനെ ചെയ്തതാണ്. കുഴപ്പം സാർ വിഷയമാക്കണ്ട, ഒന്ന് പറഞ്ഞു വിട്ടാ മതി. ശരി.